ഈ തിരക്കിന്റെ ഇടയിൽ ഈ ഉർസിലൊക്കെ ഒന്ന് വന്നു പോകുന്നത് അവർ അർവാഹി ഇവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പൊ വരാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ഉസ്താദുമാരും കൂടി ആയാലോ ഏറ്റവും കടമയായി. എൻ്റെ ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ. അല്ലാഹു അവിടത്തെ പറ്റി നമ്മളൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. ഈ സദസ്സിലുള്ളവർ മുഴുവൻ എന്നെക്കാൾ അനുഭവമുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയൊരു ആശിഖും വലിയൊരു മാദിഹും അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മാദിഹ് കഴിഞ്ഞു കാണൂല. അവിടുത്തെ പ്രയോഗങ്ങളും തഹ്മീസുകളൊക്കെ വായിച്ചവർക്ക് എന്തൊന്നില്ലാത്ത ഒരു ബഹുമാനപ്പെട്ടവരോട് ഉണ്ടാകുന്ന ഉറപ്പാണ്. മുത്തുനബിന്റെ ഇഷ്കായിരുന്നു അവിടുത്തെ എല്ലാ മദാറും. കിതാബിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ ഉസ്താദുമാര് വലിയ കഴിവുള്ളവരാണ്, ആരും പൊട്ടായവരില്ല. എന്നാലും ബഹുമാനപ്പെട്ട ബാബുസ്താദിന്റെ ഹാല് എന്റെ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. ഷവാഹിദ് എഴുതുമ്പോഴും ജമ്മുൽ ജവാമി എഴുതുമ്പോഴും പല കിതാബുകൾക്കും വലുത്തൊരു ഉസ്താദ് ഷർഹ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, ഉസ്താദിന്റെ ദറജ അള്ളാഹു എത്തിക്കൊടുക്കട്ടെ. അപ്പൊ അതിലൊക്കെ പല സ്ഥലത്തും ഷെയ്ഖുന അബൂ അബ്ദുറഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ 50ഓളം ഗ്രന്ഥങ്ങളുടെ ഇന്ന് ബാബുസ്താദിന്റെ മാത്രം ഫവായിദുകൾ ഒരു കിതാബാക്കാനുണ്ട് ഹബീബന്മാരെ. എനിക്ക് അതിനൊക്കെ ആഗ്രഹമുണ്ട്, തൗഫീഖ് കിട്ടിയില്ല. ആ ഫായിദ മാത്രം കിതാബുകളിൽ ഉസ്താദ് പറഞ്ഞ ഫായിദ മാത്രം 50ഓളം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അത് മാത്രം എഴുതിയാൽ അതൊരു കിതാബാവും. ഫവായിദ് അബി അബ്ദുറഹ്മാൻ എന്നൊക്കെ പറയാൻ പറ്റിയ രൂപത്തിൽ ഒരു വലിയ ലോകമാണ് ഉസ്താദ്. ഇപ്പൊ മങ്കൂസ് മൗലിദ് നമുക്കൊക്കെ അറിയാതെ അതിലൊരു ഭാഗത്ത് എന്താ ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചത് അല്ലായിരുന്നു. പിന്നെ ഫലമ്മാന അവാനു മൗലിദിഹിൽ കരീം എന്നോ, അതല്ല, അത് മങ്കൂസ് മൗലിദിലല്ല, അത് ഷറഫുൽ അനാമില. ഒരു സ്ഥലത്ത് ഞാൻ അതിന്റെ ലഫ്ള് ഓർമ്മയില്ലെങ്കിലും വിഷയം പറയാലോ. അപ്പം മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ജന്മത്തിന്റെ തൊട്ട് ആ ടൈമിൽ വഹിയ ഫരീദത്തുൻ മുസ്തഇനിസത്തുൻ ബിബറകാതിഹ. പിന്നെന്താ ഉസ്താദ് നിങ്ങളതിന്റെ ഹാഫിളീകളാണ്? എന്താണ്? അതെ, അങ്ങനെ എന്റെ തൊട്ട് മുമ്പത്ത് കാണ്ടുപോകാൻ ഇപ്പോൾ ഒരിക്കലും നമ്മളെ സഹായിക്കൂല. അങ്ങനത്തെ കൂട്ടർ മുമ്പ് ഉണ്ടായിരുന്നു. അൽഫി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പാടുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത ഹിഫാദാണ്. ബാബുസ്താദ് ഭയങ്കര കൂവത്ത് ഹാഫിളുള്ള ആളാണ്. വൈലത്തുരുസാദിനെ കൂവത്ത് ഹാഫിള ഭയങ്കരാണ്. ആ വൈലത്തുരുസാദിനോട് പറഞ്ഞാലോ എനിക്കൊന്നും ഒരു ഹിഫളും ഇല്ല. മുഖ്തസർ മുഴുവൻ കാണാപ്പാടുള്ള ആളാ വൈലത്തുരുസാദ്. ഫത്തുൽ മീൻ ഏകദേശം കാണാപ്പാടുള്ള ആളാണ്. ഞാൻ ഒരു ദിവസം പോലും ജമ്മുൽ ജവാമി അല്ലാതെ ദോക്കി ദർസ് എടുത്ത് 9 വർഷത്തിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല വൈലത്തുരുസാദ്. എന്നാലോ നമ്മളാണ്ട് വായിച്ചു കൊടുക്കണ മുമ്പ് ഈ വാർത്തക്ക് ഇങ്ങോട്ട് വായിക്കും. അത്രയും ഓർമ്മയുള്ള ആളെ സംബന്ധിച്ച് ബാബുസ്താദ് പറയാൻ ഒരു കുവത്താഫില്ലാത്ത മനുഷ്യനാണ് ചെയ്തത്. അതെ അതെ, അതിനകത്തല്ല അതിന് തുടക്കം കിട്ടിയത്. അതെ, ഇല്ലാ വഖദ് അശ്റഖ ഫീ ബൈതിഹി നൂർ. റംസൂലേറി ബാബുസ്താദിന്റെ പ്രധാന ശിഷ്യന കാണുന്ന ചെറുപ്പക്കാരനാണ്. എനിക്ക് ആദ്യം അറിയാം. ഞങ്ങൾക്ക് ഇഖ്വാനാണ്. അള്ളാഹു ഉസ്താദ്മാരെ കൂടെ ആഖിറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പം പിന്നെ അങ്ങനെ വഹിയ ഫരീദത്തുൻ മുസ്തഇനിസുൻ ബറകാതിഹ വലം തശ്ഉർ ഇല്ലാ വഖദ് അശ്റഖ ഫീ ബൈതിഹി നൂർ വഅമ്മഹൽ ഫറഹു വസ്സുറൂർ. ഈ വാക്ക് നമ്മൾ ഈ ബാബുസ്താദിന്റെ കാലം വരെ, ആ മങ്കൂസ് മൗലിദ് ഇത്ര കാലമായി നാം ഇങ്ങനെയാണ് ഓതി പോകുന്നതും അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതിന്റെ മുമ്പുള്ള ബൈനമാഹിയ ഫീ ബൈതിഹ മുസ്തഇനിസ എന്ന ബൈനമയുടെ മുതഅല്ലഖ അതിൽ പറയുന്നില്ല. അങ്ങനെ കുറെ മുതഅല്ലഖുകൾ, ബിസ്മിന്റെ വരെ മുതഅല്ലഖ നമ്മൾ പറയില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതഅല്ലഖ ഐ അബ്തദിയു ഇങ്ങനെയാ. അപ്പൊ മുതഅല്ലഖ കളഞ്ഞുകൊണ്ടാണ് പ്രയോഗങ്ങൾ എത്രയോ ഉണ്ട്. അപ്പൊ ബൈനമന്റെ മുതഅല്ലഖിന് വേണ്ടി നമുക്ക് വിഷമൊന്നുമില്ല. വൈലത്തൂർ ഉസ്താദ് പറയാണ് ഇതിനെ ഉസ്താദുമാര് കൊണ്ടുവരുന്നത് എങ്ങനെ? അങ്ങനെ ആയതിന്റെ ഇടയിൽ റഅത്ത് അജായിബ എന്നൊരു മുതഅല്ലഖ സങ്കല്പിക്കുകയാണ്. മഹദി അവർകൾ കുറെ അജീബുകൾ കണ്ടിരിക്കുന്നു. ഇത് ആ സന്ദർഭത്തിൽ നിന്ന് ആ മക്കാമെന്ന് മനസ്സിലാകുന്ന ഒരു ആശയമാണ്. ഇതാണ് ബൈനമന്റെ മുതഅല്ലഖ് എന്ന് ഉസ്താദുമാരൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട്.
ഇത് ബാബുസ്താദിനോട് വൈലത്തൂർ ഉസ്താദ് ചോദിക്കുമ്പോൾ ബാബുസ്താദിനും ആ അറിവുണ്ട്. ബാബുസ്താദ് പറയുന്നതും ഏതൊരു ലോകത്തു നിന്നാണ്. ഉസ്താദിന് കഴിവാൻ ഞാൻ പറഞ്ഞു, ഏതോ ഒരു ലോകത്തു നിന്നാ പറയുന്നത്. എന്താ പറഞ്ഞത്? അങ്ങനെ റാത്ത് അജായിബ എന്നൊന്നുമല്ല അതിന്റെ ജവാബ്, അതിന്റെ മുതഅല്ലഖ്. അങ്ങനെ ആയിരിക്കുന്നതിന്റെ ഇടയിൽ വഖദ് അശ്റഖ ഫീ ബൈതിഹ നൂർ, മഹദിയുടെ വീട്ടിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുമ്പോൾ വഅമ്മഹ, മഹദിയെ വലയം ചെയ്തപ്പോൾ ഒന്നായിട്ട് പിന്നോട് കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ മുസന്നിഫ് തങ്ങളാകെ ഒരുങ്ങുന്നുണ്ട് എന്ന് കേട്ടല്ലോ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഉസ്താദ് നമ്മളെ ഇടങ്ങറാക്കല്ലേ, ഉസ്താദ് എന്തെങ്കിലും ഉപദേശിക്കുന്നറിഞ്ഞു. അല്ല, ഞാൻ വെറുപ്പ് പറഞ്ഞല്ല, നല്ലതാണ് അതൊക്കെ അറിഞ്ഞ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആകെ എരപ്പായി. ഏതായാലും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഷീറിലൊക്കെ ഉസ്താദ് പറഞ്ഞു തരും. അപ്പൊ അത് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അല്ലാ, ഇന്റെ എത്രയോ കാലത്തൊരു ഇഷ്കാല്, അത് വിടാൻ പറയുന്നില്ല. എത്രയോ കാലം, ഇന്റെ കാലം ഇപ്പൊ കുറച്ച് കാലം, 46 വയസ്സ് 47 കാലം. ഈ പിന്നെ ഇക്കാലത്തിൽ ഉസ്താമാരൊക്കെ നോദിന്റെ ശേഷമുള്ള ഒരു ഇഷ്കാല് ഞാൻ ഉസ്താമാരോടൊക്കെ ചോദിച്ചിന്. അത് വലിയൊരു ആനത്തലയൊന്നും അല്ല, എന്റെ അടുത്ത് അത് ഒരു പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. ഓൽക്ക് അതിന്റെ മറുപടി സിമ്പിളാ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ആ മറുപടി ഒന്നും തൃപ്തികരമായിട്ടില്ല. എന്നാൽ ബാബു ഉസ്താദിനോട് ഞാൻ ചോദിച്ചതല്ല, ഇത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഷെയറിൽ എന്തൊക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ ആ മറുപടി എന്റെ ആ ചോദ്യത്തിന് വല്ലാതെ സമാധാനമേകി. അങ്ങനെ ഉണ്ടല്ലോ, എന്താ ഞാൻ ചോദിച്ചത്, ഇത് എങ്ങനെ ശ്രദ്ധിക്കണ്ട. അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക്, അതെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒരു കുല്ലി പറയുകയാണെങ്കിൽ അത് ഖുർആന്റെ ഒക്കെ ശൈലി ഉണ്ടല്ലോ, അങ്ങനെ കണ്ട് ആ ശൈലി നമ്മളാണ് സ്വീകരിച്ച ഒരാൾക്കും അതിനെ റദ്ദ് ചെയ്യാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ആ ശൈലി ഉസ്താദ് എവിടുക്കാണ് ഇശാറത്താക്കുന്നത്? ഖുർആന്റെ ആ ശൈലി, ഫീലും ഫായിലിന്റെ ബന്ധം, ഇസ്മിയ ജുംല ഫീലിയ ജുംലന്റെ ബന്ധം, അതൊക്കെ നമ്മള് മുഖ്തസറിലും അതുപോലുള്ള കിതാബിലൊക്കെ പഠിക്കുന്നതല്ലേ. ഖുർആന്റെ ആ ശൈലി അൽഹംദുലില്ലാഹ്, അതോടുകൂടെ ഇന്റെ ഇഷ്കാല് മുഴുവൻ പോയി. അഥവാ ഖുർആനൊരു ശൈലിയുണ്ട്, അതാണ് എന്റെ ഇഷ്കാല്. അഥവാ ഖുർആന്റെ ഇജാസ് ജിഹത്തേത് എനിക്കറിയില്ല. ഖുർആൻ മുഅ്ജിസാണെങ്കിൽ ഒരു ഇഷ്കാലും ഇല്ല, അതിന്റെ ജിഹത്തേത് അതെനിക്കറിയില്ല. അതാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചത്. അത് മുഅ്ജിസാണെന്ന് ഉറപ്പാണ്. നാം അത് സമർത്ഥിക്കുന്ന ശൈലി. ഇംറു ഖൈസിന്റെ ബൈത്തെടുത്ത സമർത്ഥിക്കാൻ പറ്റൂല, അയാളെ കലാം മുഅ്ജിസല്ല. അവർക്ക് അതിന് ഗണ്ണിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് നമുക്ക് മഹല്ലിൻ ഖുർആനായി വായിക്കാം, നമുക്ക് ജമ്മു ജവാമിൻ ഖുർആനായി വായിക്കാം. എല്ലാ ഇമാമികളെ ഇബാറത്തും അത് ഖുർആൻ പോലെ തന്നെയാണ്. മൂത്തി ഖബറയിലുണ്ട്, മുദാഫിലയിലുണ്ട്. നമുക്ക് ഇത്തിരിയുള്ള ജഹ്ല് അന്നാണ്ട് മനസ്സിലായി. അതേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ജഹ്ല് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ലാ അദിരി നിസ്ഫുൽ ഇൽമി എന്ന വാക്കിന്റെ മായനി മനസ്സിലായി. അറിയാതിരിക്കുക എന്നുള്ള അറിയൽ തന്നെ ഇൽമിന്റെ ഒരു പൗതി ഭാഗമാണ്. ഇതാണ് സത്യം. ഇതിന് മറുപടി പറയാൻ ഒരു ബലീഗിനെ കഴിയൂ. അതുകൊണ്ടാണ് അതിന്റെ മറുപടിയിൽ ഉസ്താദുമാർ ബേജാറാണ്. കാരണം അവർക്ക് ആ ദൗക്കുണ്ട്, ചോദിക്കുന്ന നമുക്ക് ആ ദൗക്കില്ല. എന്താ പറയാൻ കഴിയൂല. എന്റെ അളാപ്പൊരു നാടനാ, ഒരു മൊല്ലാക്കെ മൂപ്പർക്ക് ഖുർആൻ നല്ല പോലെ ഓതാറി കുറെ ആളുകൾക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. മങ്കൂസ്മലും ഒക്കെ കാണാൻ പാടും. പിന്നോട് ഒരു ചോദിച്ച്, ബാവുട്ടിയെ ഈ ഹമദത്തൊന്നും കാണുന്നുണ്ട്, ഹമീദത്തൊന്നും കാണുന്നുണ്ട്, എങ്ങനെ അവിടെ വായിക്കണ്ട്? ഹമദത്തിന് ആറ് ഫാരിസാണ്, ഹമീദത്തിനാണ്. ഞാൻ പറഞ്ഞു രണ്ടും വായിക്കാറ്, എന്റെ തമ്പുരാനെ ഭരണ്ടില്ല. മൂപ്പര് പറഞ്ഞു ഇതന്നെ മൗലവിമാര് രണ്ടും വായിക്കും. അങ്ങനെ പാർക്കാ പറയാൻ കിട്ടാത്ത? ഹമീദാണെങ്കിൽ പിന്നെ എങ്ങനെ ഹമദാകുക, ഹമദാണെങ്കിൽ പിന്നെ ഹമീദാകുക. അതിന് ഇപ്പ മുദാരി എഫ് ഉണ്ടാവും, എഫ് ഉണ്ടാവും പറയും. ഈ മനുഷ്യൻ സറഫിന്റെ കിതാബ് തൊട്ടിട്ടില്ല, പച്ച നാടനാണ്. അപ്പൊ ജഹ്ല് കൊണ്ട് മൂപ്പര് ആലിമായി, മുഖാത്തബ് ജാഹിലായതുകൊണ്ട് ഞാൻ അജ്ഹലുമായി. ഇതാപ്പ സംഭവം ഉണ്ടായി. ഇതാണ് നമ്മുടെ ഉസ്താദുമാരോട് ചോദിക്കുമ്പോ അവർക്ക് ഇൽമുണ്ട്, പറയാൻ കിട്ടൂല, ഇതൊക്കെയാണ്. നമുക്കോ ഇൽമില്ല. നമ്മോട് അവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ ഏറ്റവും വലിയ ജഹ്ല. അതിന് നമ്മളെടുത്ത് എന്തെങ്കിലും വേണ്ടേ? അതിന് ഒരു സിമ്പിൾ മറുപടിയാണ് ഇതിൽ നിനക്ക് കിട്ടിയത്. എന്താ? ഖുർആന്റെ ആ ശൈലിയിലൊക്കെയാണ് ചെയ്തത്, റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഖുർആന്റെ ഏ ശൈലി? പാപ്പുസ്താദിന് ദൗഖുള്ള ആ ശൈലി എന്നാ പറയുന്നത്.
അല്ലോ, വല്ലാത്തൊരു മറുപടി. എനിക്ക് എന്റെ ആ പ്രശ്നേ തീർന്ന് ഉസ്താദിന്റെ ആ വാക്കും. ഉസ്താദിനെ പറ്റി എപ്പോഴും പറയലുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന എലത്തൂർ ഉസ്താദ്. അപ്പോ അള്ളാഹു കൊടുത്ത ദറജ ഏറ്റി കൊടുത്തത് നഷ്ടപ്പെട്ട ഒന്ന് അതിന്റെ നിസ്ഫ് കൊണ്ടുപോലും തിരിച്ചു വരാത്തൊരു അവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തതൊന്നും ഇനി ഇല്ല, ലോകത്തിന്റെ മുകളിലില്ല. ഇനി നമുക്ക് അങ്ങനത്തൊന്നും ഇല്ല. അള്ളാഹു അല മദത് കൊണ്ട് നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഉസ്താദിന്റെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വല്ലാത്തൊരു മഹാൻ, അറിയാതെ നമ്മളൊന്നും അറിയിക്കാതെ വലിയ മർത്തബ അവിടുത്തെ മിസാഹിന്റെയും അവിടുത്തെ ആ സൽസ്വഭാവത്തിന്റെയും മറയിൽ അതിനെ ഒതുക്കിക്കൊണ്ട് അവിടുന്ന് ഈ ലോകത്തോട് വിരിഞ്ഞുപോയി. ബറക്കത്തുള്ള നാവ് എന്തെങ്കിലും പറഞ്ഞാൽ നല്ല ഫലാണ് ഉസ്താദിന്. പക്ഷേ അതൊന്നും മക്കളെ അറിയിച്ചില്ല, ശിഷ്യന്മാരെ അറിയിച്ചില്ല എന്നാണ്. ശിഷ്യന്മാരിൽ പലരും അറിയാൻ ഉസ്താദ് മറച്ചു വെക്കാൻ നോക്കി, പലരും അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടുത്തെ കസായികളെ പറ്റിയൊക്കെ പറഞ്ഞ് അങ്ങനെ നീണ്ടുപോകും. ഞാൻ നീട്ടുന്നില്ല, തങ്ങളാപ്പാനെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് നിർബന്ധിച്ച് ഞാൻ സാലിമേലിയോട് പറഞ്ഞപ്പോൾ പിന്നെ തങ്ങളാപ്പ എന്തൊക്കെയോ പറഞ്ഞ് ആകെ ഇത്തനായതാണ്. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരട്ടെ. ഉസ്താദിന്റെ ദർജ അള്ളാഹ് ഏറ്റിക്കൊടുക്കട്ടെ. ഈ സാസിൽ ഒരുമിച്ച് കൂടിയ പേരിൽ അള്ളാഹു ഉസ്താദിന്റെ മദത് നമുക്കും നമ്മുടെ ദർസിനും നമ്മുടെ തലാമീദ് അസാത്തീദ് അഹ്ബാബ് ഖർബാഇനും മക്കൾക്കും ഒക്കെ അള്ളാഹു തആല നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ മക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിന്റെ ഭാര്യ അള്ളാഹു ദീർഘായുസ് ആഫിയത്തോടെ കൊടുക്കട്ടെ. അള്ളാഹു തആല ഓൽക്കൊക്കെ സന്തോഷം നൽകട്ടെ. ഈ സദസ്സിന് ആരൊക്കെ കാരണക്കാരായോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളാപ്പടക്കം നമ്മുടെ മുന്നേ അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന സുൽത്താനുൽ ഉലമ, അതുപോലെ മറ്റ് നമ്മുടെ റഈസുൽ ഉലമ, മറ്റു ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് തണലിലായി അള്ളാഹു നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ശാരീരികമായി അധ്വാനിച്ച പ്രവർത്തകർ, ശബ്ദവും വെളിച്ചവും ഭംഗിയാക്കി തന്നവർ, അതുപോലെ തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാ ആലിമീങ്ങൾ, അതുപോലെ തന്നെ സാദാത്യങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സാധാരണക്കാർ എല്ലാവർക്കും വന്യരായ ശൈഖുന ഉസ്താദ് അവരുടെ മദദ് ലഭിക്കുമാറാകട്ടെ.